ഗായ്സ്, വെറും 2 ഐറ്റം കൊണ്ട് നമുക്കിന്നൊരു അടിപൊളി ഫ്രെയിം ഉണ്ടാക്കിയാലോ? എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ എനിക്ക് വേണ്ട വലിപ്പത്തിൽ എടുക്കുന്നുണ്ട്. വേണ്ട വലിപ്പം എടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ട വലിപ്പം നിങ്ങളെടുത്തോളൂ. അതിന് ശേഷം ഒരു സിസർ എടുക്കുക. ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്യുക. എൻ്റെ സിസറിന് ഇച്ചിരി മൂർച്ചക്കുറവായിരുന്നു. അപ്പം ഈ കാണുന്നത് ഞാനും സിസറും കൂടെ ഉള്ളൊരു ഫൈറ്റാണ് ഗൈസ്. സിസറിന് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം അതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നടുക്കത്തെ പോർഷൻ ഫുള്ളൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ എൻ്റെ സൈഡ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അടിപൊളിയാക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു പോർഷൻ വരയ്ക്കാം. അപ്പോൾ അതിനുള്ളത് വരയ്ക്കാനായിട്ട് ഞാൻ വെട്ടിയെടുക്കാനായിട്ടുള്ളത് എടുക്കുന്നുണ്ട്. എൻ്റെ സ്കെയില് ഭയങ്കര വലിയ സ്കെയിലാട്ടോ. ഞാനത് ഇവിടെ കാണിക്കുന്നില്ല. പക്ഷേ ഒരു തടിയുടെ അമ്മ തയ്ക്കാൻ എടുക്കുന്ന സ്കെയിലാണ് ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നത്. പെട്ടെന്ന് അവിടെ കിടന്നൊരു സ്കെയിലെടുത്ത് ഇതാക്കി. അപ്പം മോളുവശത്താണ് അമ്മ തയ്ക്കാനിരിക്കുന്നത്. അപ്പം അവിടെ കിടന്ന ഈ സ്കെയിലെടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഫ്രെയിമിൻ്റെ ഈ 4 സൈഡിലും ഒന്ന് വരയിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഫുള്ളൊന്ന് കട്ട് ചെയ്യണം. അപ്പം 4 സൈഡും ഞാൻ കറക്റ്റ് അളവിന് എടുത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു സൈഡ് കുറഞ്ഞും ഒരു സൈഡും കൂടിയും പോകരുത് കേട്ടോ. അപ്പം ഞാൻ അതങ്ങനെ ഫുൾ സെറ്റാക്കി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിന് കട്ട് ചെയ്യാനായിട്ട് ഞാൻ കുറേ കിടന്ന് പാടുപെട്ടു. ശരിക്കും പറഞ്ഞാൽ അത് കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടാണ്. പിന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കുമായിരുന്നു. പൊളിച്ചിട്ട് വരുന്നില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫൈനലി ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. അങ്ങനെ ഇനി നമുക്ക് ഈ ഒരു സംഭവം ഞാൻ മുമ്പേ പറഞ്ഞ തെറ്റെന്താണെന്നറിയാമോ? ഒരു സൈഡ് മാത്രം ഷാർപ്പായിട്ടും അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ റൗണ്ട് രീതിയിലിരിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവുമായിരുന്നു. അപ്പം ഞാനത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നു. അപ്പുറത്തെ ആ ഒരു അളവിന് തന്നെ ഇപ്പുറത്തെ ഈ സൈഡിലൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. ഓക്കെ, അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫ്രെയിം ഉണ്ടാക്കണം. ഇപ്പം ഞാനിത് ഫുൾ സെറ്റാക്കി. ഇനി നമുക്കിതൊന്ന് മാസ്കിൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. അപ്പോൾ മാസ്കിൻ ടേപ്പ് എന്തിനാണ് ചുറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ആദ്യമേ എനിക്ക് പേപ്പർ ഒട്ടിക്കണം എന്നായിരുന്നു. പിന്നെ വിചാരിച്ചു പേപ്പർ ഒട്ടിക്കണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുവാണ്. ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് കവർ ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം എടുക്കാം. അപ്പം മുമ്പത്തേൻ്റെ തന്നെ ബാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെട്ടിക്കൊടുക്കാം. മുമ്പത്തെ അതേ അളവിൽ തന്നെ കേട്ടോ നമ്മളത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പം കട്ട് ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ എൻ്റെ സിസർ എടുത്തു. സിസറിന് ഒട്ടുമേ മൂർച്ചയില്ല ഗായ്സ്. പെട്ടെന്ന് തന്നെ പുതിയൊരെണ്ണം വാങ്ങണം. അപ്പം ഞാൻ ഇതിപ്പം എടുത്തിട്ടുണ്ട്. അതങ്ങനെ കട്ട് ചെയ്ത് ഫുൾ സെറ്റാക്കി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ബ്രൗൺ പേപ്പർ എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു അകത്ത് വയ്ക്കുന്ന സംഭവം ഫുൾ കവർ ചെയ്യാനായിട്ടാണ്. അങ്ങനെ ഞാൻ ബ്രൗൺ പേപ്പറിൻ്റെ അളവ് ഇതിലായി എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ബോക്സിൻ്റെ അതേ രീതിയിൽ തന്നെ എടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന കാർഡ്ബോർഡാണ്. ചിലരുടെ കയ്യിലിപ്പം കാർഡ്ബോർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിലൊക്കെ ചെന്നാൽ മതി. മറ്റേ പലചരക്ക് കടയിലൊക്കെ ചെന്നാലും നമുക്കങ്ങനെ കാർഡ്ബോർഡ് കിട്ടുമല്ലോ. അങ്ങനെ ഇത് ഫുൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ പുതിയതായിട്ട് അങ്ങനെയൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതൊന്ന് ഫുൾ കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രൗൺ പേപ്പർ ഇപ്പം എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം ഞാൻ മറ്റേ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള കവറില്ലേ, ആ കവറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ക്യൂട്ടല്ലേ ഇത് കാണാൻ. പിന്നെ ബ്രൗൺ പേപ്പറിനകത്തിലേക്ക് നമുക്കിനി ഈ സംഭവത്തിനുള്ളിലേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം അതൊന്ന് നമുക്ക് ഒട്ടിക്കണം. അപ്പം അതിനായിട്ടുള്ളത് നോക്കാം ഇനി. അപ്പം അവിടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് എഴുതണമല്ലോ, എന്തെങ്കിലും റൈറ്റിങ്സ് കൊടുക്കണം. അങ്ങനെ ഞാൻ റൈറ്റിങ്സ് എഴുതുവാണ്.
ഈ മുടി അതിൻ്റെ ഇടയിൽ എവിടുന്ന് കയറി വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്ന് മുടി മാറ്റിയിടും, വീണ്ടും വരും. മുടിക്കങ്ങോട്ട് ശരിയാവുന്നില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയല്ല നമ്മുടെ റൈറ്റിംഗ് ഇവിടെ ഞാൻ എന്തൊക്കെയോ സംഭവങ്ങൾ എഴുതുന്നുണ്ട്. അവസാനം ഇങ്ങനെ സെറ്റാക്കി. ഇനി ഞാൻ എൻ്റെ ഒരു സ്റ്റിക്കർ പാറ്റേൺസിൻ്റെ ഏത് വേണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഫൈനലി ഒരെണ്ണം എടുത്തിരിക്കുന്നു. അങ്ങനെ ഇനി ആദ്യമേ ഞാൻ അതിനെ തറയിലൊന്ന് ഒട്ടിക്കാൻ നോക്കിയത് ഇവിടെ ഒട്ടിച്ചു. പിന്നെ വിചാരിച്ചു അതവിടെ വേണ്ട, നടുക്ക് മതിയെന്ന്. അങ്ങനെ ആ റൈറ്റിങ്സിൻ്റെ ഇടയിൽ നിന്ന് നടുക്കിട്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ വീണ്ടും ഈ മുടി കയറി വന്നു. സൗന്ദര്യം ശാപമാവുന്നെന്ന് പറയുന്നത് പോലെ ഈ മുടി ഒരു ശാപമാവൂ. അപ്പം അതൊന്ന് എഴുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കത് ഒട്ടിക്കാനായിട്ട് നോക്കാം. അപ്പം ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു ആദ്യമേ നമ്മുടെ ഈ കാർഡ്ബോർഡിൽ ഒട്ടിക്കണമല്ലോ. അപ്പം ഫസ്റ്റ് ഞാൻ ഈ ഒരു ഗമ്മാണ് എടുത്തത്. പിന്നെ അതങ്ങോട്ട് ഓപ്പണായി വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഗം എടുത്ത് വന്നു. ഗം അവിടെ ആണെങ്കിൽ രണ്ടും ചതിച്ചു എന്നുള്ള രീതിയിൽ രണ്ടും എത്ര തേച്ചിട്ടും ആവുന്നില്ലായിരുന്നു. പിന്നെ ഫൈനലി ഞാൻ ഒരിച്ചിരി എടുത്തു. അതിനകത്തുനിന്ന് അത് നമ്മളിങ്ങനെ അടപ്പില്ലാത്ത ഇതായിരുന്നു. അതിൻ്റെ അടപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മൂടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതവിടെ ഇരുന്നിട്ട് അത് എയർ ടൈറ്റ് പോലെ ആയിപ്പോയി. പിന്നെ ആ ഒരു ഗം ഉണങ്ങിയിട്ടുള്ളത് കാരണം നമുക്കത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ രണ്ടും. അപ്പം ഈ ഒരു ഗമ്മ് ഞാൻ ഞെക്കി പുറത്തെടുത്തതിന് ശേഷം സൈഡൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബ്രൗൺ പേപ്പർ അങ്ങോട്ട് പതിക്കാം. അങ്ങനെ ബ്രൗൺ പേപ്പർ എടുത്ത് അതിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മുടെ മറ്റേ ടേപ്പില്ലേ, ഈ ടേപ്പിൻ്റെ പേരെന്തായിരുന്നു ഗൈസ്? ഈ ടേപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്തായിരുന്നു, എന്തോ ഒരു പേരാണ്. അപ്പം നിങ്ങൾക്ക് ആ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയത്തില്ല, ഇത് സംഭവം മേടിച്ചപ്പോഴാണ് ഇതിൻ്റെ പേര് മനസ്സിലാവുന്നത്. പക്ഷെ പേര് മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് ആ പേരറിയെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ആ മാസ്കിൻ ടേപ്പ് ചുറ്റിയതിൻ്റെ പുറത്തൂടെ കുറച്ച് ഡിസൈൻസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം ഈ മുടി വന്ന് കിടന്ന് അങ്ങ് അലമ്പുവാണ് ഗൈസ്. ഞാൻ കണ്ടില്ലായിരുന്നു ക്യാമറയുടെ മുമ്പിൽ മുടി കിടക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാനിത് കാണുന്നത്. പിന്നെ അവിടെ ആ പോർഷൻ കട്ട് ചെയ്യാനും പറ്റത്തില്ല, കാരണം മെയിൻ പോർഷൻസിലൊക്കെയാണ് ഈ മുടി വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് ഡോട്ട്സൊക്കെയാണ് ഇട്ട് കൊടുത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻസ് കൊടുക്കാം. അതേപോലെ തന്നെ ബ്രൗൺ പേപ്പർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ആ ഫ്രെയിം ചെയ്തതിൻ്റെ മെത്തേഡ് മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ ടേപ്പ് എടുത്തു, എല്ലാ സൈഡും ഒട്ടിച്ചു. അങ്ങനെ എല്ലാ സൈഡും ആ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ 4 വശത്തും ആ ടേപ്പ് ഫുൾ സെറ്റാക്കി ഫുൾ അങ്ങ് ഒട്ടിച്ചെടുത്തു. എൻ്റെ ഈ ടേപ്പ് തീരാറായിരിക്കുകയാണ് ഗൈസ്. ഞാൻ കുറേ നാളിത് മേടിച്ചിട്ട് പക്ഷേ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്നതായിരുന്നു. എൻ്റെ ഫസ്റ്റ് വട്ടമാണ്, ആദ്യമായിട്ടാണ് ഞാൻ ഫ്രെയിം ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. കുറേ വീഡിയോ ഒക്കെ ഗൂഗിൾ അമ്മച്ചിയുടെ ഇതിലോട്ട് ചോദിച്ചു. അവരെല്ലാം ഇങ്ങനെ മറ്റേ പേപ്പറും കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്രെയിമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ അങ്ങോട്ട് എന്തായാലും ഒരു പ്ലാനിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഫ്രെയിമിൻ്റെ സംഭവം ആ സ്റ്റിക്കറൊക്കെ അങ്ങോട്ട് ഇളക്കി കളയുവാണ്. ആ സ്റ്റിക്കർ ഇളക്കി കളയുന്നുണ്ട്. ഇനി നമുക്ക് ബ്രൗൺ പേപ്പർ അതിലോട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ ബ്രൗൺ പേപ്പറിൻ്റെ ആ കാർഡ്ബോർഡ് ഇനി അതിനകത്തിലോട്ട് വെക്കാം. അങ്ങനെ നമ്മളത് വെച്ചിരിക്കുന്നത് തിരിച്ചാണ് വെച്ചത്. അപ്പം ഫസ്റ്റ് ടൈം അത് ചെയ്തപ്പം ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനൊന്നുകൂടെ ഇളക്കിയതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ സെറ്റായിട്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തുള്ള സംഭവം ഉണ്ടാക്കണം. അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഒന്ന് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ കയ്യിലുള്ള സ്റ്റിക്കറൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. നമ്മുടെ ഈ സ്റ്റിക്കറൊക്കെ ഞാനൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്കർ ഞാൻ എത്ര വട്ടം ഒട്ടിക്കാൻ നോക്കി എന്നറിയാമോ? ഈ സ്റ്റിക്കർ അങ്ങോട്ട് നിൽക്കുന്നില്ല ഗൈസ്, പെട്ടെന്ന് തന്നെ ഊരി പോവാണ്. ഞാൻ കുറേ വട്ടം അതിനെ ഒന്ന് ഒട്ടിക്കാൻ നോക്കി. ഫൈനലി അതവിടെ നിന്നു. പക്ഷേ ഇപ്പുറത്തൊട്ടിക്കുമ്പോൾ അത് ഇപ്പുറത്തോട്ട് പോരുക. അങ്ങനെ ഫൈനൽ ഞാൻ അതിനെ ഒട്ടിച്ചു.
അതാണെങ്കിൽ ഒട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ല, കൂടെ കൂടെ പോരുമായിരുന്നു. പിന്നെ അതിനെ അങ്ങോട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് ഇപ്പുറത്തെ സൈഡോട് ഇനി ഒട്ടിക്കാൻ പോവാണ്. ഈ ടൈപ്പൊക്കെ ഞാൻ കുറേ നാൾ മുമ്പേ മേടിച്ചതായിരുന്നു നമ്മൾ മാളിൽ പോയപ്പം. അവസാനം ഞാൻ ചുരുട്ടി കൂട്ടിയെടുത്ത് കളഞ്ഞു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ അതിനെ ചുരുട്ടി കൂട്ടിയെടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ മറ്റേ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ സ്റ്റോണിൻ്റെ സ്റ്റിക്കേഴ്സ് ഇട്ടത് എനിക്കൊരു സെറ്റ് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഫുള്ളിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിനിങ്ങനെ ഒന്ന് കുത്തിച്ചാരി നിർത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് വേണ്ട അളവിൽ ഉള്ള സംഭവം ഞാൻ അവിടെ വെട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ മറ്റേ ഒരു ചെറിയൊരു പീസ് കാർഡ്ബോർഡ്, ചെറുതല്ല അത്യാവശ്യം ലെങ്ത്തിൽ ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരെണ്ണം കൂടി കട്ട് ചെയ്യണം. അപ്പം ഇതിന് പക്ഷേ വേറൊരെണ്ണം കൂടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കാർഡ്ബോർഡല്ലേ. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഗൈസ് ഞാനത് വെച്ച് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞ കാർഡ്ബോർഡ് അത് ആണെങ്കിൽ ഇങ്ങനെ മടങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒറ്റ ഇതായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രെയിം ഇങ്ങനെ താഴെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ രണ്ടെണ്ണം കൂടെ കൂട്ടി യോജിപ്പിക്കാമെന്ന്. അങ്ങനെ രണ്ടെണ്ണോട് ഇനിയിപ്പം ഒട്ടിച്ച് എടുക്കാൻ പോവുകയാണ്. ആദ്യമേ ഞാൻ വിചാരിച്ചു അതിന് അങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമില്ലാന്ന്. പിന്നെ വിചാരിച്ചു അത് ഒട്ടിച്ചില്ലെങ്കിൽ അത് ഇതായി പോവായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ആ ടേപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു 2 ബോർഡ് കൂടുള്ളത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മാസ്കിൻ ടേപ്പ് അതിനെ കവർ ചെയ്തെടുക്കാം. എൻ്റെ മാസ്കിൻ ടേപ്പും തീരാറായി ഗൈസ്. മാസ്കിൻ ടേപ്പ് തീരാറായിരിക്കുകയാണ്. അപ്പം ഞാൻ മാസ്കിൻ ടേപ്പൊക്കെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. ആ ഒരു പോർഷൻ മാത്രമേ ചുറ്റിയെടുക്കുന്നുള്ളൂ കേട്ടോ. അവിടെ നല്ല രീതിയിൽ മടങ്ങിയിട്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു പോർഷൻ മാത്രം ചുറ്റിയെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിനെ ഇങ്ങനെ നിർത്തണം. അപ്പം ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ അതവിടെ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ടേപ്പ് എടുത്തു, കട്ട് ചെയ്തു. ഇനി നമുക്ക് അതവിടെ ആ ടേപ്പ് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം. സെറ്റാണ് ഗൈസ്, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സംഭവത്തിനെ അവിടോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. കാരണം എന്താണ് ഞാൻ ഈ അടിപൊളി എന്ന് പറയാൻ കാരണം, ഞാൻ ഓൾറെഡി നേരത്തെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. നേരത്തെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന്. ഓക്കെ, അപ്പം ഇത് ഞാൻ 2ാമത്തെ വട്ടം ഉണ്ടാക്കി നോക്കുന്ന സംഭവമാണ് ഇത്. അങ്ങനെ നമുക്കിങ്ങനെ ചരിവ് ഇതൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ സെറ്റായില്ലേ? ഇങ്ങനെ അതങ്ങ് ഇരുന്നോളും. അപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇനി ഈ ഐറ്റത്തിന് നമ്മൾ ഇങ്ങനത്തെ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അങ്ങനത്തെ സ്റ്റിക്കറുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സൈഡിൽ. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മതി കേട്ടോ. ഞാൻ ആ ഫ്രെയിമിൻ്റെ ആ മോഡൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പം എൻ്റെ ഇഷ്ടം പോലെ അല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങളത് ചെയ്യാം. അപ്പം എല്ലാം കൂടെ സെറ്റാക്കി ഫുൾ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് ഇവിടെ കുറേ നെയിലിൻ്റെയൊക്കെ ഐറ്റംസ് ഉണ്ട്. അപ്പം ഞാൻ വേറൊരു ഐറ്റം കൂടി അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പറല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫ്രെയിം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഫ്രെയിംസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.